Hello students, welcome to Easy Learning with Suvida. ഹലോ സ്റ്റുഡൻസ്, 10ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയിലെ കൈത്തളു എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഇത് സുകുമാർ ചാലിഗദ്ധയുടെ ഗോത്ര കവിതകൾ എന്ന കവിതാ സമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കവിതയാണ്. ഈ ഒരു കവിത, കൈത്തളു എന്ന കവിത ഗോത്രഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. അതിൻ്റെ മലയാള പരിഭാഷ ഏട്ടക്കൂരി എന്ന പരിഭാഷാ കവിതയും ഈ ഒരു പാഠഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കവിതയുടെ ആശയം എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കവിത വായിക്കാം, അതിനുശേഷം കവിതയുടെ ആശയത്തിലേക്ക് പോകാം. അപ്പോൾ കവിത കൈത്തളു. അപ്പോൾ അതിനു മുൻപേ ഒരു പ്രവേശകമായിട്ടൊരു പ്രവേശക കവിത കൊടുത്തിട്ടുണ്ട്, നോക്കാം. കണ്ണുകൾ നിറഞ്ഞൊഴുകിയാലും ചില കാഴ്ചകൾ കൂടുതൽ തിളങ്ങുന്നു. ഒരു പ്രവേശകമാണ്, കവിതയെന്ന് പറയാൻ വയ്യ, ഒരു പ്രവേശകമാണ്. കണ്ണുകൾ നിറഞ്ഞൊഴുകിയാലും ചില കാഴ്ചകൾ കൂടുതൽ തിളങ്ങുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര സങ്കടമാണെങ്കിലും നമ്മുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്, നമ്മുടെ വിഷമം കൊണ്ട് സങ്കടം കൊണ്ടൊക്കെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണെങ്കിൽ കൂടി ചില കാഴ്ചകൾ നമുക്ക് എന്താകും, കൂടുതൽ തിളങ്ങി നിൽക്കും, നമ്മുടെ മനസ്സിലേക്ക് അത് ഇറങ്ങി ചെല്ലും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ ഒക്കെ നമുക്ക് കണ്ണുകൾ നിറയാം. അപ്പോൾ ആ കാഴ്ച കണ്ണ് നിറഞ്ഞിരിക്കുകയാണെങ്കിലും ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സിനുള്ളിലേക്ക് അത് പതിക്കുന്നതിന് കാരണമാകുമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൻ്റെ മലയാള പരിഭാഷയായിട്ടുള്ള ഏട്ടക്കൂരി എന്ന കവിത വായിക്കാം. ഇന്നലെ ഒരു കാട്ടാന പെറ്റു വീണ കുഞ്ഞ് കറുത്തത്. ചോലക്കാട്ടിലെ നീർക്കാക്ക മുങ്ങിയ കുഴിയിൽ മീനുകൾ വീട്ടുതിണ്ണ കെട്ടുന്നു. മരത്തിന്മേലെ മരവാഴപ്പൂക്കൾ 5-8 പെണ്ണിനെ തേടുന്നു. മുങ്ങാങ്കുഴിയിട്ട കല്ലുന്തി മീനിന് മൂക്കുത്തി വേണം. കന്നാരം പുഴയിലെ കല്ലുകൾ ഉരസി നരസയ്ക്കു നര വീണു. പൊന്നും ചുമന്ന് പൊൻകുഴിപ്പുഴ കാട്ടിലേക്കോടിക്കളഞ്ഞു. ഒളിഞ്ഞു നോക്കിയ കൈതപ്പൂവിന് വഴിവെട്ടി ആടുന്ന കാറ്റും ചുറ്റും നനച്ചുറങ്ങിയ കാട്ടുമുയലിന് വല വെറും പുല്ലും. പുഴവെട്ടി നീന്തുന്ന വാളയ്ക്കും കരവെട്ടിച്ചാടുന്ന ഏട്ടക്കൂരിക്കും എന്തൊരു ചന്തം. ആ മലകൾക്കും കണ്ണിട്ടിട്ടുണ്ട്. കുത്തിവീണ കല്ലുകളെല്ലാം വെളുത്ത ചോര കക്കുന്നു. ഞാൻ ഓടിച്ചാടിക്കടന്ന കല്ലുകളെല്ലാം അങ്ങാടി കാണുന്നു. ഞാൻ ഇരുന്നിരുന്ന മരത്തിലെല്ലാം വഴുക്കലാണ്. 7 മലകൾ ചാടിയിട്ടും 7 പുഴകൾ കടന്നിട്ടും ഏട്ടക്കൂരി തിരച്ചിറങ്ങി. ഊത്തക്കാലത്തും രക്ഷയില്ല. ഗോത്രകവിതകൾ സുകുമാരൻ ചാലിഗദ്ധ. അപ്പോൾ സുകുമാരൻ ചാലിഗദ്ധയുടെ യഥാർത്ഥ ഗോത്രഭാഷയിലുള്ള കവിത എന്നത് കൈത്തളുവാണ്. അപ്പോൾ അതിൻ്റെ മലയാളം പരിഭാഷയാണ് ഏട്ടക്കൂരി എന്ന ഈ ഒരു കവിത. അപ്പോൾ നമുക്കിതിൻ്റെ ആശയം എന്താണെന്ന് കൃത്യമാക്കി മനസ്സിലാക്കാം, എങ്കിലാണ് ഈ ഒരു പാഠഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് നമുക്ക് ഉത്തരം എഴുതാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് പ്രധാനപ്പെട്ട ഒരു കവിതയാണ്. കാരണം ഇന്നത്തെ കാലത്ത് ഗോത്രവിഭാഗക്കാർ നേരിടുന്ന കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഇത് പ്രധാനപ്പെട്ട ഒരു കവിതയാണ്. ഇതിൽ നിന്ന് കുറേ അധികം ചോദ്യങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് ടൈം എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായും ഇതിൻ്റെ ആശയം കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ നമുക്ക് ആശയത്തിലേക്ക് അല്ലെങ്കിൽ ആസ്വാദനത്തിലേക്ക് പോകാം. ഗ്രന്ഥകാര പരിചയം. സുകുമാരൻ ചാലിഗദ്ധ വയനാട്ടിലെ ആദിവാസി സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്ന ശ്രദ്ധേയനായ കവി. റാവുള ഭാഷയിലും മലയാളത്തിലും കവിത എഴുതുന്നു. കേരള സാഹിത്യ അക്കാദമി ജനറൽ കൗൺസിൽ അംഗമാണ്. മലയാള കവിതയിലേക്ക് ഗോത്രഭാഷയുടെ ചൂടും ചൂരും കൊണ്ടുവന്ന കവിയാണ് ഇദ്ദേഹം. കാട്ടുപക്ഷി, വളവിൽമാരൻ, കൊക്കര, ഇപ്പൊ പേരില്ല, തെറുകുതിര, ഇടിമുട്ടി, കൂ, ഏട്ടക്കൂരി മുതലായവയാണ് പ്രസിദ്ധ കവിതകൾ. സുകുമാരൻ ചാലിഗദ്ധയും ഗോത്ര കവിതകളും. വരികളിലൂടെ വർണ്ണാഭമായ ഒരു ജീവിതം തേടിയാണ് സുകുമാരൻ ചാലിഗദ്ധ യാത്ര തുടങ്ങുന്നത്. ആദിവാസികൾക്ക് കവികൾ ഇല്ലെങ്കിലും കവിതകളുണ്ട്, ഗായകൻ ഇല്ലെങ്കിലും പാട്ടുകളുണ്ട്. ഈ കവിതകളും പാട്ടുകളുമാണ് സുകുമാരനെ ആകർഷിച്ചത്. പട്ടിണിയിലും ലഹരിയിലും തച്ചു തകർക്കപ്പെട്ട ജീവിതങ്ങൾ ചുറ്റുപാടും വെന്തുരുകുമ്പോൾ കവിതയിലൂടെ ജീവിതത്തിന് വർണ്ണങ്ങൾ പ്രദാനം ചെയ്യുകയാണ് സുകുമാരൻ. കലയും സാഹിത്യവും ആദിവാസികൾക്ക് അധപഥ്യ കാര്യങ്ങൾ അല്ല. കവിത എഴുതിയാലോ പാട്ട് പാടിയാലോ ഊരിലെ പഞ്ഞം മാറുമോ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസം നേടാനൊന്നും സുകുമാരന് കഴിഞ്ഞില്ലെങ്കിലും കവിതയിലൂടെ കുതറിപ്പറക്കാനും പുതിയ ആകാശങ്ങൾ സൃഷ്ടിക്കാനും
ഈ കവി കഠിനമായി പ്രയത്നിച്ചു. അങ്ങനെ അദ്ദേഹം നൂറുകണക്കിന് കവിതകൾ എഴുതിക്കൂട്ടി. ആദിവാസി ജീവിതത്തിൻ്റെ വിവിധ ബിംബങ്ങളാണ് ഈ കവിതകളിൽ കാണുന്നത്. +2 വരെ മലയാളം പഠിക്കാൻ സാധിച്ചതുകൊണ്ട് ഗോത്രഭാഷയായ റാവുളയോടൊപ്പം മലയാളത്തിലും സുകുമാരൻ എഴുതാറുണ്ട്. നമ്മുടെ പാഠഭാഗമായ ഏട്ടക്കൂരി റാവുള ഭാഷയിലും മലയാള ഭാഷയിലും ചേർത്തിട്ടുള്ളത് ശ്രദ്ധിക്കുമല്ലോ. പാഠസംഗ്രഹം. കൈത്തൊഴു അഥവാ ഏട്ടക്കൂരി ഗോത്രഭാഷയിൽ എഴുതിയ കവിതയാണ്. പ്രത്യേകിച്ച് ആദിമധ്യാന്ത പൊരുത്തം ഉള്ളതും തുടർച്ചയായ ആശയങ്ങളുള്ളതുമായ കവിത ഒന്നുമല്ല ഇത്. ആദിവാസിയുടെ ആത്മാവിഷ്കാരം മാത്രമാണത്. ആനയെക്കുറിച്ച് വേറെയും കവിതകൾ സുകുമാരൻ ചാലികഥ എഴുതിയിട്ടുണ്ട്. ഏട്ടക്കൂരി എന്ന കവിത ആരംഭിക്കുന്നതും ആനയുടെ പ്രസവം സൂചിപ്പിച്ചുകൊണ്ടാണ്. ചോലക്കാട്ടിൽ കാണപ്പെടുന്ന നീർക്കാക്ക മുങ്ങാങ്കുഴി ഇടുമ്പോൾ മീനുകൾ രക്ഷ തേടി കരയോട് അടുത്ത് നിരന്നു നിൽക്കുന്നു. മരത്തിൽ പടർന്നിരിക്കുന്ന മരവാഴയുടെ പൂക്കൾ അവ തലയിൽ അണിയാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളെ അന്വേഷിക്കുകയാണ്. കല്ലുന്തി മീനുകൾ വെള്ളത്തിൽ മുങ്ങാങ്കുഴിയിടുന്നു. നരസിപ്പുഴയിലെ കല്ലുകൾ വെള്ളത്തിലെ നിരന്തരമായ ഒഴുക്കിൽപ്പെട്ട് നരച്ചിരിക്കുന്നു. പൊൻകുഴിപ്പുഴയുടെ തീരങ്ങൾ സ്വർണ്ണഖനികളായി. കൈതപ്പൂക്കൾ കാറ്റിലാടി. മുയലുകൾ കാട്ടിലെ പുല്ലിനടിയിൽ കുരുങ്ങിക്കിടക്കുന്നു. പുഴയിലൂടെ കുറുകെ കടക്കുന്ന വാളമീനിനും കരയ്ക്ക് കുറുകെ ചാടുന്ന ഏട്ടക്കൂരിക്കും ഏറെ ഭംഗിയുണ്ട്. മലകൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. ഇടിഞ്ഞുമറിഞ്ഞ കല്ലുകളെല്ലാം മണ്ണൊലിച്ച് വെളുത്ത നിറത്തിലുള്ള രക്തം ഛർദ്ദിക്കുന്നു. ഞാൻ ഓടിച്ചാടി നടന്ന കല്ലുകളെല്ലാം ഇപ്പോൾ അങ്ങാടിയിലെത്തി. ഞാൻ കുട്ടിക്കാലത്ത് ഇരുന്ന മരത്തിലെല്ലാം ഇന്ന് കാൽ വഴുതും. 7 പുഴകൾ ചാടിക്കടന്നിട്ടും ഏട്ടക്കൂരിക്ക് പഴയപടി തിരിച്ചു പോരേണ്ടി വന്നു. പ്രജനന കാലത്ത് പോലും മീനുകൾക്ക് രക്ഷയില്ലാത്ത അവസ്ഥയാണ്. ആശയങ്ങളൊക്കെ തുടർച്ചയോ ഏകാതനതയോ ഇല്ലെങ്കിലും സുകുമാരൻ അവതരിപ്പിക്കുന്നത് അവരുടെ വർഗം അനുഭവിക്കുന്ന സമകാലിക പ്രശ്നങ്ങളാണ്.